ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നതാണ് 3ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ന്യൂ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാത്തവർക്ക്, ഇതിൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഈ ഉദ്ധരണി ഇത് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. യങ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. 1931 മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ, പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. അപ്പോൾ ഈ ഉദ്ധരണികളൊക്കെ തന്നിട്ട് ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ആരുടെ വരികളാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് PSC. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ നിന്നുള്ളതാണ്. 1931 യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്. അപ്പോൾ ഭാവി ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഗാന്ധിജി ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ്? പരമാധികാരം. അപ്പോൾ ഭാവി ഇന്ത്യ എന്ന് പറയുന്നത് പരമാധികാരം ഉണ്ടായിരിക്കണം. തുല്യത, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത വേണം. സാഹോദര്യം, എല്ലാവരും ഒരേപോലെ ആയിരിക്കണം, സാഹോദര്യം. ലിംഗനീതി, ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും ഉള്ളതായിരിക്കണം നമ്മുടെ പുതിയ ഇന്ത്യ എന്നാണ്, അല്ലെങ്കിൽ ഭാവി ഇന്ത്യ എന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ച ഇന്ത്യ. അടുത്ത് നമ്മൾ പറയുന്നത് ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്നതാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. അപ്പം നമുക്കറിയാം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യ ബഹുജന സമരം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ 1857 വിപ്ലവം എന്നാണ് പറയുന്നത്. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. അപ്പോൾ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു? സൈനികരുണ്ടായിരുന്നു, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. അപ്പോൾ 1857 സമരം എന്ത് ചെയ്തു? നമ്മുടെ ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു.
അപ്പോൾ ഈ ദേശീയബോധം ശക്തിപ്പെട്ടതോടുകൂടി എന്ത് ചെയ്തു? ഒരുപാട് സംഘടനകൾ, പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ, അതുപോലെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ഈ 1857 വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് പ്രാദേശിക തലത്തിൽ രൂപം കൊണ്ട സംഘടനകളാണെന്നാണ് പറയുന്നത്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ്. അപ്പോൾ ഈ പ്രാദേശിക സംഘടനകളെ മറികടന്ന് ഒരു ദേശീയ തലത്തിൽ ഒരു സംഘടന 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ് രൂപം കൊണ്ടത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉദയം ചെയ്തത് 1885 അപ്പോൾ ഇതോടെ എന്ത് ചെയ്തു? ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. അപ്പോൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതോടെ എന്ത് ചെയ്തു? ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ 1885 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ എന്തൊക്കെയായിരുന്നു? നമ്മുടെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. വിദേശഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ എന്ത് കൊണ്ടുവരിക? ദേശീയ ബോധം വളർത്തുക. പിന്നെ വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, പിന്നെന്താണ്? മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പുവരുത്തുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ നമ്മുടെ 1857 അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിതവാദ ദേശീയ പ്രസ്ഥാനമുണ്ട്, തീവ്രവാദ ദേശീയ പ്രസ്ഥാനം, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദ ദേശീയം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്തു? ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് തീവ്ര ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, മിത ദേശീയ പ്രസ്ഥാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെ മുഴുവൻ ലക്ഷ്യമെന്ന് പറയുന്നത് ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയായിരുന്നു. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ബഹുജന പ്രസ്ഥാനമായി മാറിയത് എങ്ങനെയാണ്? ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. അപ്പോൾ ഗാന്ധിജിയുടെ സ്വാധീന ഫലമായിട്ടാണ് എന്തുണ്ടായത്? സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമായത് ഗാന്ധിജിയുടെ സ്വാധീനം മൂലമാണ്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ എന്ത് ചെയ്തു?
നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടത് എന്നാണ് ആരാഗ്രഹിച്ചത്? ഈ ദേശീയ നേതാക്കൾ ആഗ്രഹിച്ചത്. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം നിരീക്ഷിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്ന ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജനങ്ങളുടെ മുദ്രാവാക്യം എന്തൊക്കെയായിരുന്നു? മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം. ഇതാണ് നമ്മുടെ ഭരണഘടനയിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. അങ്ങനെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു കേട്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. വിലയിരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള വർക്കാണ്. ഇനി ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഭരണഘടനയുടെ മുൻഗാമി 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണ് 1947 ഓഗസ്റ്റ് 15. എന്നാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതെന്നാ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്നാണ് ഇവിടെ ഒരു കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു സംശയം നിങ്ങൾക്കുമില്ലേ എന്നും ചോദിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പോൾ ഇന്ത്യ പിന്തുടർന്നത് എന്താണ്? നമ്മൾ 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത് വരെ എന്താണ് പിന്തുടർന്നത്? 1935 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊരു നിയമസംഹിത പാസാക്കി. അപ്പോൾ റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് എന്താണ്? ഈ 1935 പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് നമ്മൾ 1950 ജനുവരി 26 വരെയും പിന്തുടർന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന, അതായത് 1950 മുൻപ് നമ്മൾ ഏത് നിയമസംഹിതയാണ് പിന്തുടർന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് നമ്മൾ റിപ്പബ്ലിക്കായി മാറുന്നത് വരെ എന്ത് ചെയ്തത്? ഇന്ത്യ എന്ന രാജ്യം പിന്തുടർന്നത്. താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു ചിത്രവും അതുമായി ബന്ധപ്പെട്ട ഒരു പദസൂര്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്താ പറഞ്ഞിരിക്കുന്നത്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ രൂപീകരിച്ചു. അപ്പോൾ 6 പ്രവിശ്യകളിൽ എന്തുണ്ടായിരുന്നു? ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. ഇനി കേന്ദ്രത്തിൽ
ദ്വിമണ്ഡല സഭ. അപ്പം കേന്ദ്രത്തിലും 6 പ്രവിശ്യകളിലും ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. ഏത് പ്രകാരം? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. അപ്പം എന്തൊക്കെയാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, കേന്ദ്രത്തിലും ദ്വിമണ്ഡല സഭയുണ്ടായിരുന്നു. ഇനി എന്താണ്? 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്തൊക്കെയാണ്? 321 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 10 പട്ടികകളും ഉണ്ടായിരുന്നു. ഇനി ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ആർക്കൊക്കെയാണ്? ദുർബല വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും എന്തുണ്ടായിരുന്നു? പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, അതുപോലെ എത്ര പ്രവിശ്യകൾ ഉണ്ടായിരുന്നു? 6 പ്രവിശ്യകളിലും എന്തുണ്ടായിരുന്നു? ദ്വിമണ്ഡല സഭയുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി എന്ത് വിഭജിച്ചു? അധികാരം വിഭജിച്ചു. ഇതാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ നിയമങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നു ഭരണഘടനാ നിർമ്മാണത്തിലേക്ക്. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എങ്ങനെയെന്നാണ്, ഏത് ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ എന്താണ്? 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യാനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് എന്ത്? പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത എന്ന് പറയുന്നത്. അപ്പോൾ 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമസംഹിത എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ, മിഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷൻ്റെ എന്താണ് നിയമസംഹിത മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ: നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നതിന് എത്ര വർഷം എടുത്തു? നമ്മൾ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇനി അധ്യക്ഷൻ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ താൽക്കാലികമായിട്ടൊരു അധ്യക്ഷൻ ഉണ്ടായിരുന്നു, അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പക്ഷേ ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? രാജേന്ദ്ര പ്രസാദാണ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. അപ്പോൾ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ്? അത് 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത്. ഇനി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അപ്പോൾ നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നിർമ്മാണ കാലയളവ് നമ്മൾ പറഞ്ഞു 2 വർഷം 11 മാസം 17 ദിവസം. അപ്പോൾ ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ഇവിടെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി.
മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹത്തോടെയാണ് അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദമായ പഠനത്തിന് വിധേയമാക്കി മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് എന്ത് ചെയ്തു? സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്ത്യക്കുള്ള വൈവിധ്യം, ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം വൈവിധ്യമാർന്നൊരു രാജ്യമാണ് ഇന്ത്യ. അതുപോലെ ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചത്. സവിശേഷതകൾ ഒട്ടേറെയുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ്? ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. എന്നാൽ ലോകത്തിലെ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അമേരിക്കയുടെ ഭരണഘടനയാണ്, USA ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഭരണഘടനയാണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഭരണഘടനയും ഏതാണ്? അമേരിക്കയുടേതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെതാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ എത്ര ഭാഗം? 22 ഭാഗങ്ങൾ. അനുച്ഛേദങ്ങൾ എത്ര? 395 അനുച്ഛേദങ്ങൾ. എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? 8 പട്ടികകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ? അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഒന്നാമത്തത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള ഭരണമാണ്? പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് ഇന്ത്യയിലുള്ളത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. ജനങ്ങൾക്ക് പരമാധികാരം. അപ്പോൾ ജനങ്ങളുടെ പരമാധികാരമാണ് രണ്ടാമത്തെ സവിശേഷത. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് ഇന്ത്യയിലുള്ളത്. രണ്ടാമത്തെ എന്താണ്? ജനങ്ങളുടെ പരമാധികാരം. മൗലിക അവകാശങ്ങൾ. മൂന്നാമത് മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. ഇനിയുണ്ട് എന്താണ്? മൗലിക കടമകൾ. എന്താണ് മൗലിക കടമകൾ? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് രാഷ്ട്രം ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ഉള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങൾ. അപ്പോൾ സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല എന്നതാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പൗരന്മാരും. അപ്പോൾ നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല എന്നതാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അടുത്ത സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും എന്തിനുള്ള അവകാശമുണ്ട്? പ്രായപൂർത്തി വോട്ടവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പം നമ്മുടെ കോടതി സംവിധാനത്തിന് എന്തുമായി ബന്ധമില്ല? നിയമനിർമ്മാണ സഭയുമായിട്ടോ കാര്യനിർവഹണ വിഭാഗങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. ഇത് എന്താണ്? നമ്മുടെ കോടതി സംവിധാനം എന്ന് പറയുന്നത് സ്വതന്ത്രമാക്കപ്പെട്ട, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വതന്ത്രവും നീതിയുക്തവുമായ ഭരണ സംവിധാനമാണ് ആർക്കുള്ളത്? സ്വതന്ത്ര, അത് നമ്മുടെ എന്താണ് കോടതികൾക്കുള്ളത്. കോടതികൾക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഇടപെടലുകളും ഉണ്ടാവില്ല. അടുത്ത് നമ്മൾ പറയുന്നു ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ രാജ്യമാണ്. ഫെഡറലിസം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി എന്ത് ചെയ്തിരിക്കുന്നു? വിഭജിച്ചിരിക്കുന്നു. ഇനി ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേയുള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അപ്പോൾ ഏക പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ പൗരത്വം മാത്രമുള്ളതാണ്, രാജ്യത്തിന് മാത്രം ഒരൊറ്റ പൗരത്വം മാത്രം. അപ്പോൾ അവിടെ സംസ്ഥാനങ്ങൾക്കായി എന്തില്ല? പ്രത്യേക പൗരത്വമില്ല. അതാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഏക പൗരത്വമാണ്. ഇനി ഇവിടെ ഭരണഘടനാ സവിശേഷതകൾ മുൻനിർത്തി ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അവയിൽ ശരിയായവയ്ക്ക് നേരെ ഒരു സ്മൈലിയും അല്ലെങ്കിൽ എന്താണ് ഇത് സ്മൈലി അല്ലാത്തൊരു ഇതും കൂടി നൽകാനായിട്ട് ഇങ്ങനെ ഒരു ഇമോജി. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മുടെ കോടതികൾ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ്? തെറ്റാണ് അല്ലേ? അപ്പം നമുക്ക് തെറ്റും ശരിയും കൊടുത്താൽ മതി. ഇവിടെ എന്താണ്? സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നു എന്നത് തെറ്റാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്, അത് ശരിയാണ്. സംസ്ഥാനങ്ങൾക്കും അതുപോലെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ടാണ് അധികാരം വിഭജിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില അധികാരങ്ങളുണ്ട്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്, അതും ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പോൾ എന്താണ്? ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും നിയമത്തിന് വിധേയരാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അത് ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടിയുണ്ടാകും. അപ്പം അങ്ങനെ ഒരു സംസ്ഥാന പൗരത്വം എന്ന ആശയം നമ്മുടെ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ദേശീയ പൗരത്വം എന്ന ആശയം മാത്രമേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ, അത് ശരിയാണ്. ജനാധിപത്യം എന്ന വ്യവസ്ഥയിൽ ആരാണ്? ജനങ്ങളാണ് പരമാധികാരികൾ. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്, അതും ശരിയാണ്. അപ്പോൾ നമ്മൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ മൗലിക കടമകളെക്കുറിച്ചും പറഞ്ഞു. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല, അങ്ങനൊന്നില്ല. ഭരണാധികാരികൾക്ക് മേൽ എന്താണ്? നിയമനിർമ്മാണ സഭയ്ക്കൊക്കെ എന്തുണ്ട്? നിയന്ത്രണമുണ്ട്. അപ്പം നമ്മൾ ഭരണാധികാരികളെ നിയന്ത്രിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പോൾ നിയമങ്ങളുടെ ഉറവിടം എന്നതാണ് നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. അപ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാന നിയമസംഹിത എന്ന് പറയുന്നത് എന്താണ്? അത് ഭരണഘടനയാണ്.
ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. അപ്പോൾ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ച് നൽകുന്നു. അപ്പോൾ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും അതുപോലെ നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ആര് നിർവചിച്ചിട്ടുണ്ട്? ഭരണഘടന നിർവചിച്ച് നൽകുന്നു. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനം ആർക്കാണ്? അത് നമ്മുടെ ഭരണഘടനയ്ക്ക് മാത്രമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഇവിടെ കുറേ പേപ്പർ കട്ടിങ്സ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. വനം വന്യജീവി സംരക്ഷണ നിയമം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വനം വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, അതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമം. പിന്നെ ഏതാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അതുപോലെ തന്നെ എന്താണ്? അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇങ്ങനെ കുറേ നിയമങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞ നിയമങ്ങളെല്ലാം. ഇനി കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത്? അപ്പം നമുക്കറിയാം ബാലവേല നിരോധന നിയമം. ബാലവേല നിരോധന നിയമം എന്ന് പറയുന്നത് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഏതാണ്? ബാലനീതി നിയമം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ബാലനീതി നിയമം. അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം ആരുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമമാണ്. പിന്നെ ഏതാണ്? ബാലവേല നിരോധന നിയമം. ഇത് മൂന്നുമാണ് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഏതൊക്കെയാണ്? ബാലവേല നിരോധന നിയമം, അതുപോലെ ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം, ബാലനീതി നിയമം, ബാലവേല നിരോധന നിയമം. ഇത് മൂന്നുമാണ് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടത്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും എന്താണ്? കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് 2012 പോക്സോ ആക്ട് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പോക്സോ ആക്ട് അല്ലെങ്കിൽ 2012 പോക്സോ ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നതാണ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള PSC പരീക്ഷകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ അവകാശ ഉടമ്പടി 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്തിനെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്? കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആണ് 1989 ഏത് കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ്? 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. അപ്പോൾ പോക്സോ ആക്ട് 2012 ഏതുമായി ബന്ധപ്പെട്ടാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും
ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. അപ്പോൾ എന്താ ഈ പോക്സോ ആക്ട് 2012 എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ പോക്സോ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 എന്നതാണ് എന്ത്, നമ്മുടെ പോക്സോ ആക്ട് എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും എന്തായിട്ടാ കുട്ടിയായിട്ടാണ് നിയമം പരിഗണിക്കുന്നത്. ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നും കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം. അപ്പോൾ പോക്സോ ആക്ടിൽ അതുമായി ബന്ധപ്പെട്ടതാണ് എന്താ നമ്മൾ പറഞ്ഞത്? അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ട വകുപ്പ് 12-19 പ്രകാരം. അപ്പോൾ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 19 പ്രകാരമാണ്. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യേണ്ട വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഏത് വകുപ്പാണ്? ആർട്ടിക്കിൾ 19 പ്രകാരമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കേസുകൾ, അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആർട്ടിക്കിൾ 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. അപ്പോൾ ഈ ആക്ട് 19 പ്രകാരം എന്ത് ചെയ്യണം? ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആണ് ഇതെന്ത് ചെയ്യേണ്ടത്? ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആക്ട് 19 പ്രകാരം ജുവനൈൽ പോലീസ് യൂണിറ്റോ, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസോ ആയിരിക്കണം. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്ന പേരെന്താണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ എത്രാം വകുപ്പ് പ്രകാരം? 44-ാം വകുപ്പ് പ്രകാരം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. അതായത് പോക്സോ നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിരിക്കുന്നത് എത്രാം വകുപ്പ് പ്രകാരമാണ് എന്നും PSC ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ എത്രാം വകുപ്പ് പ്രകാരമാണ്? 44-ാം വകുപ്പ് പ്രകാരമാണ് പോക്സോ നിയമത്തിൻ്റെ ഒരുക്കിയിരിക്കുന്നത്? ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് 44-ാം വകുപ്പ് പ്രകാരം. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ 44-ാം വകുപ്പ് പ്രകാരം കഠിന ശിക്ഷ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച നടത്തി ബോധവൽക്കരണത്തിന് വേണ്ട ലഘുലേഖ തയ്യാറാക്കാൻ കുട്ടികൾക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങളിൽ വരുന്നത്? നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാം. അപ്പോൾ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. അപ്പോൾ എന്താണ് ഭരണഘടന? ഭരണഘടനയുടെ ധർമ്മങ്ങളിൽ ഒന്നാമത്തെ നമുക്ക് പറയാം, പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു.
ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും ഭരണഘടന നിർവചിക്കുന്നു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും എന്തിനു വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ? ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന അധിഷ്ഠിതമായൊരു രാജ്യമാണ്. അപ്പോൾ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു ധർമ്മം എന്താണ്? രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി എന്ത് നിലകൊള്ളുന്നു? ഭരണഘടന നിലകൊള്ളുന്നു. അതുപോലെ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തിനൊക്കെ എതിരായിട്ടാണ്? സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി നമ്മുടെ ഭരണഘടന പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മം. ഇതൊക്കെ തന്നിട്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വെച്ച് ഇതൊക്കെ തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്തതേത്, ഉൾപ്പെടുന്നതേത് എന്നൊക്കെ ചോദിക്കാം. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഭരണഘടനാ ധർമ്മങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി റിപ്പബ്ലിക് ദിന റാലിക്കുള്ള പ്ലക്കാർഡ് കുട്ടികൾക്കുള്ളതാണ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ചിത്രം പരിശോധിച്ച് താഴെ ചേർത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇനി ഭേദഗതി 1 1951 പട്ടികകളുടെ എണ്ണം 9 അപ്പോൾ ഒന്നാം ഭേദഗതി നടന്നത് 1951 50 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു. 1951 ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി നടപ്പിലാക്കുന്നു. അത് എന്താണ് അവിടെ ഭേദഗതി ചെയ്തത്? നമ്മുടെ പട്ടികകളുടെ എണ്ണം 8 എന്നതിൽ നിന്ന് 9 ആക്കി. അപ്പോൾ എത്ര പട്ടികയായി? 1951 ഭേദഗതി പ്രകാരം, ഒന്നാം ഭേദഗതി പ്രകാരം പട്ടികകളുടെ എണ്ണം എത്രയായി? 9 ആക്കി. ആദ്യം 8 ആയിരുന്നു. നിലവിൽ വരുമ്പോൾ എത്രയെന്ന് ചോദിച്ചാൽ 8 ആയിരുന്നു. എന്നാൽ 1951 ഒന്നാം ഭേദഗതി പ്രകാരം ഭേദഗതിയിലൂടെ പട്ടികകളുടെ എണ്ണം എത്രയാക്കി ഉയർത്തി എന്ന് ചോദിച്ചാൽ എത്രയാണ്? 9 ആക്കി. ഇനി 42ാം ഭേദഗതി 42 എന്താണ് പറയുന്നത്? 1976 42ാം ഭേദഗതി നടപ്പിൽ വരുത്തിയത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. അപ്പോൾ 42ാം ഭേദഗതി പ്രകാരം 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ഇനി 44ാം ഭേദഗതി 1978 44ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശം അല്ലാതെയായി. അപ്പം 44ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? 1978 44ാം ഭേദഗതി സ്വത്തവകാശത്തെ എന്താക്കി മാറ്റി? അത് മൗലിക അവകാശം അല്ലാതെ അതൊരു നിയമ അവകാശം മാത്രമായി മാറി. ഇനി 1992 73 74 ഭേദഗതി നടന്നു. അതെന്താണ്? 73 74 ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു. അപ്പോൾ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നത് എത്രാം ഭേദഗതി പ്രകാരം? 73 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം 1992. അടുത്ത് പറയുന്നത് ഭേദഗതി 86ാം ഭേദഗതിയിൽ എന്താണ്? 2002 86ാം ഭേദഗതി നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ്. 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതിയാണ്. ഏത് ഭേദഗതി? 86ാം ഭേദഗതി 2002. അടുത്ത് നമ്മൾ പറയുന്നു ഭേദഗതി 101 2016 ഏത്? 2016 101ാം ഭേദഗതി നടന്നു.
2016 എന്താണ് ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്ന ഭേദഗതിയാണ് 101-ാം ഭേദഗതി. അപ്പോൾ GST നിലവിൽ വന്നത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് 101-ാം ഭേദഗതിയിലൂടെയാണ് 2016 GST നിലവിൽ വന്നത്. അടുത്ത നമ്മൾ ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനം നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി എത്രാമത്തതാണ് 105-ാം ഭേദഗതിയാണ് അവസാനമായിട്ട് നിലവിൽ വന്ന ഭേദഗതി. 2021 സെപ്റ്റംബറിലാണ് ഏത് അവസാനത്തെ ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ നിലവിൽ വന്നത്. 2021 സെപ്റ്റംബറിൽ ഏതാണ് 105-ാം ഭേദഗതി. 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായി കൂട്ടിച്ചേർത്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് 1976 എന്തൊക്കെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവയാണ് പുതിയതായി കൂട്ടിച്ചേർത്തത്. അപ്പോൾ എന്തൊക്കെയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ എന്ത് ചെയ്തു പുതുതായി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം നമ്മൾ പഠിച്ചു എന്നാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം ഏത് വർഷം? അപ്പോൾ ഭരണഘടനയിൽ ആദ്യമായിട്ട് മാറ്റിയത് എന്താണ് 1951 ആദ്യത്തെ ഭേദഗതി 1-ാം ഭേദഗതി മാറ്റിയത്. പട്ടികകളുടെ എണ്ണം എത്രയാക്കി മാറ്റി? പട്ടിക 8-ൽ നിന്നും എത്രയാക്കി 9 മാറ്റി. ഇനി രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം അവകാശമായി നിലനിന്നു? അപ്പം നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് സ്വത്തവകാശത്തെ മൗലികാവകാശമാക്കി മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 44-ാം ഭേദഗതി പ്രകാരം 1978 അപ്പം നമുക്കറിയാം 28 വർഷം വരെ 1950 ഭരണഘടന നിലവിൽ വന്നു. 1950 മുതൽ 1978 സ്വത്തവകാശത്തെ എന്താക്കി മാറ്റിയത്? മൗലികാവകാശം എന്നതിൽ നിന്ന് മാറ്റി അതൊരു നിയമാവകാശമാക്കി മാറ്റിയത്. അപ്പോൾ 28 വർഷമാണ് അത് നിലനിന്നത്. വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ എന്ന് മുതൽ? വിദ്യാഭ്യാസം 2002 മുതൽ എന്താണ് ഇന്ത്യയിൽ മൗലികാവകാശമാണ്. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എത്ര തവണയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി? അപ്പോൾ ഇതുവരെ 105 തവണ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. 105 തവണ. 2023 വരെ 2023 ടെക്സ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ 2023 സെപ്റ്റംബർ വരെ നോക്കുകയാണെങ്കിൽ 105 തവണ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി ചെയ്തിട്ടുണ്ട്. 105 തവണ. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ പറ്റും. എങ്ങനെയാണ്? മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. അപ്പോൾ 368-ാം വകുപ്പ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ ഭേദഗതി വരുത്താനായിട്ട് പറ്റുന്ന ആ വകുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഭേദഗതിക്കുള്ള വകുപ്പ് എത്രയെന്ന് ചോദിച്ചാൽ എത്രാം വകുപ്പാണ്? 368-ാം വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം. ആർക്കാണ്? 368-ാം വകുപ്പ് പ്രകാരം പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അവകാശമുള്ളത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല എന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏത് കേസാണ്? അതാണ് കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ്
നടന്നത്. 1973 കേശവാനന്ദ ഭാരതി കേസ് പ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റം വരുത്താനും പാടില്ല. ഇനി വിദ്യാഭ്യാസം മൗലിക അവകാശം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം എന്താക്കി മാറ്റിയത്? മൗലിക അവകാശമാക്കി മാറ്റിയത്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. അപ്പം വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ 21A വകുപ്പാണ്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് ഏത്? വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത്? 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 നിലവിൽ വന്ന നിയമമനുസരിച്ചാണ്, ഭേദഗതി അനുസരിച്ചാണ് 2009 എന്ത് നിലവിൽ വന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഇത് പ്രകാരം എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അടുത്ത് നമ്മൾ പറയുന്നത് ചെറു ഭരണഘടനയെക്കുറിച്ചാണ്. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ 1976 എത്രാം ഭേദഗതി പ്രകാരം? 42 ഭേദഗതി പ്രകാരം. അതുകൊണ്ട് തന്നെ 42 ഭേദഗതിയെ ചെറു ഭരണഘടന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിട്ടുണ്ട്. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഏത് വർഷം? 1976 42 ഭേദഗതി നടന്നത്. ഇനി നമ്മൾ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുത്തി ഒരു ടൈം ലൈൻ തയ്യാറാക്കുക, നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ടൈം ലൈൻ? കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. രാജ്യത്തിനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. അപ്പോൾ മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാകാം അതിൻ്റെ കാരണങ്ങൾ? അപ്പോൾ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ എന്തിന് കാരണമാണ്? ഈ പറഞ്ഞ നമ്മുടെ നിയമങ്ങൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ്. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത് എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ വ്യത്യസ്തരാണ് എങ്കിലും എന്താണ്? പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായാണ് സമീപിക്കേണ്ടത്. അപ്പോൾ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ച് തുടർ പ്രവർത്തനങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക,
അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ നിങ്ങളുടെ കമൻറ്റുമൊക്കെയാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതിന് നമുക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു.